ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതൊക്കെ എന്നോടല്ല മമ്മി പറയേണ്ടത്, അവളോടാണ്. നവീന്റെ കുടുംബക്കാരെ കണ്ടാലേ അവൾക്ക് ഇത്തിരി കൊഞ്ചിക്കൊഴയില് കൂടുതലാ. അത് കണ്ടു നിൽക്കാൻ ചിലപ്പോ എന്നെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. എന്താ മോളെ ഇത്? നവീനെ മോനെ. അല്ല മുത്തശ്ശി, ഇന്നത്തെ ചടങ്ങിനും അച്ഛൻ എവിടെയെങ്കിലും അമ്പലത്തിൽ പറഞ്ഞിട്ടിരിക്കുകയാണോ? കാണുന്നില്ല. ഇന്ന് അച്ഛൻ അമ്പലത്തിലൊന്നും പോയിട്ടില്ല. അച്ഛൻ റെഡിയായിക്കൊണ്ടിരിക്കുക, ഇപ്പൊ വരും. ദേ ഉദയേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ ഉദയേട്ടാ. അല്ല പിന്നെ ദേ ചടങ്ങിന് വിളിച്ചപ്പോ ഉദയേട്ടന് വരാനൊരു മടി. ചടങ്ങിന് പോണെന്ന് ഉദയേട്ടനോട് ആരും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട്. പക്ഷേ മാറിയിരുന്നാൽ സിത്താര ചോദിക്കില്ലേ ഈ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്? അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ വരുന്നത്. നന്നായി. ഒരു സ്ഥലത്തേക്ക് നിർമ്മല നല്ല ഉദ്ദേശത്തോടെ വരുന്നത് സന്തോഷമുള്ള കാര്യമാ. അല്ലേ സുമിത്രേ? വേണ്ടമ്മേ, ഇറങ്ങാൻ നേരത്ത് ഇനി ഒരു തർക്കമൊന്നും വേണ്ട. നിർമ്മലയും ഉദയനും ഒക്കെ വരുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? എനിക്കങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ എന്തോ ആലോചിച്ചിരിക്കുന്ന കണ്ടിട്ട് ഈ നിർമ്മല വെറുതെ പറയുന്നതാ. നവീൻ, മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്ക്. നാഗത്തമ്മാരെ, എല്ലാം നന്നായി നടക്കണേ. നാഗദേവങ്ങളെ, കുടുംബത്തിലെ പരമ്പരാഗതമായ ആഭരണങ്ങൾ അണിയുന്ന നിമിഷം ശാപത്തിന്റെ ഫലം കാണണേ. ഈ യാത്രയിൽ തന്നെ അവളുടെ മരണം കാണാൻ സാധിക്കണേ. എന്താ സിനി? മാം, കൃഷ്ണ ഇതുവരെ എത്തിയിട്ടില്ല. വിളിച്ചില്ലേ അവളെ? കൃത്യസമയത്ത് തന്നെ വരണമെന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞാണല്ലോ. നവീനും കുടുംബവും അല്പസമയത്തിനകം എത്തും. അതിനു മുമ്പ് അവളെ റെഡിയാക്കി എടുക്കണ്ടേ? കൃഷ്ണ എത്തിക്കഴിഞ്ഞാ ഞാൻ അവളെ റെഡിയാക്കിക്കോളാം മാം. എന്താ വൈകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വൈകുന്നതിന് ഒറ്റ കാരണേ ഉള്ളൂ, അഹങ്കാരം. അങ്ങനെ ഒരുത്തിയാണല്ലോ അവളെ പ്രസവിച്ച് വെച്ചേക്കുന്നത്. ദേ കൃഷ്ണ എത്തിയല്ലോ. അതെ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അനുസരിക്കണം ഞാൻ പറഞ്ഞിട്ടില്ലേ? നിന്റെ ഇഷ്ടത്തിനാണോ ഓരോ ചടങ്ങുകൾക്ക് കേറി വരുന്നേ? മാഡം, ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ അമ്മയ്ക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത വന്നു. ഡോക്ടർ വന്ന് പരിശോധിച്ചു നോക്കിയിട്ട് അമ്മ സാധാരണ നിലയിലായിട്ടാ എനിക്കിങ്ങോട്ട് പോരാൻ പറ്റിയ. അമ്മയ്ക്ക് കാവലിരിക്കുമ്പോ അമ്മയുടെ ജീവൻ ഞാൻ തന്ന പണം കൊണ്ടാണെന്ന് കൂടി ഓർക്കണം. അപ്പോ ഉത്തരവാദിത്തം കാണിക്കാനൊക്കെ ഓർമ്മയുണ്ടാവും. അതെങ്ങനെയാ? നന്ദിയില്ലാത്ത വർഗമല്ലേ? ഓ വേണ്ട, ഇനി കരഞ്ഞു കാണിച്ചുള്ള അഭ്യാസം കൂടെ വേണ്ട.
ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യം ഇത്. എന്നെ ചതിച്ചവരെ എന്റെ മുമ്പിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ആ ചതിയിൽ നിന്നേ സിത്താര ശ്രീനിവാസ് ഇതുവരെ മോചനം നേടിയിട്ടില്ല. സിനി, പെട്ടെന്ന് കൊണ്ടുപോയി റെഡിയാക്ക. പറഞ്ഞ സമയത്തിന് മുന്നേ നവീന്റെ വീട്ടുകാർ വന്നാലോ എന്ന പേടി കൊണ്ടാ മാം ഇങ്ങനെയൊക്കെ സംസാരിച്ച്. എന്റെ അമ്മയെ രക്ഷിച്ചത് ആരായാലും അവരോട് എനിക്ക് നന്ദി ഉണ്ടാവും സിനി ചേച്ചി. സാധാരണ എല്ലാവരും പകരം ജീവൻ പോലും തരാന്നല്ലേ പറയാറ്. ഞാനും അതന്നെയല്ലേ സിത്താര മേഡത്തിന് കൊടുക്കുന്നത്. ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് കുറച്ചു നേരം ഇരുന്ന് പോയതല്ലേ, അതൊന്നും ക്ഷമിക്കാൻ പറ്റില്ലേ അവർക്ക്? അത്ര വലിയ കുറ്റാണോ ഞാൻ ഈ ചെയ്തത്? കൃഷ്ണേ, അതൊക്കെ വിട്ടുകളാ. നവീനും കുടുംബവും സംതൃപ്തരായിട്ട് ഇവിടുന്ന് മടങ്ങണം. അതിന്റെ കാര്യങ്ങളാ നമ്മളിപ്പോ ആലോചിക്കേണ്ടേ. ഞാൻ കൃഷ്ണയെ ഒരുക്കി തരാം. വാ. മോളെ, നവീനും കുടുംബം ഇപ്പൊ എത്തും. ചടങ്ങ് കഴിഞ്ഞാലേ ഉടനെ തന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്യും. ഒരു കാരണവശാലും ആർക്കും സംശയം ഉണ്ടാവാത്ത രീതിയിൽ ഈ ചടങ്ങൊന്ന് അവസാനിപ്പിക്കാനായിട്ട് നീ ഒന്ന് ശ്രദ്ധിക്കണം, പ്ലീസ്. ഇതൊക്കെ എന്നോടല്ല മമ്മി പറയേണ്ടത്, അവളോടാണ്. നവീന്റെ കുടുംബക്കാരെ കണ്ടാലേ അവൾക്ക് ഇത്തിരി കൊഞ്ചിക്കൊടയിൽ കൂടുതലാ. അത് കണ്ടു നിൽക്കാൻ ചിലപ്പോ എന്നെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. എന്താ മോളെ ഇത്? അവൾ ഈ വേഷം കെട്ടി നിൽക്കുന്നത് അവളുടെ ആവശ്യമല്ലല്ലോ, നമ്മുടെ ആവശ്യമല്ലേ. അപ്പൊ കുറച്ചൊക്കെ സഹിക്കുകയും പൊറുക്കുകയൊക്കെ വേണ്ടേ നമ്മള്? ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷന്റെ മുന്നിലാണ് അവൾ നിൽക്കുന്നത്. നവീൻ നോക്കുന്നത് അവളുടെ കണ്ണുകളിലേക്കാണ്. ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അവരാരെങ്കിലും എന്തെങ്കിലും തിരിച്ചറിഞ്ഞാലുള്ള അപകടം നീ തന്നെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. മോളെ, ദേ അവരെത്തി. നീ അകത്തോട്ട് ചെല്ല്. മോളെ ചെല്ലാൻ. മമ്മി ചെല്ല്.